പൊഴിഞ്ഞു വീണു പാട്ടുകൾ. ആരാരോ തേടുന്നു അന്തിനിലാവളി, അമ്മാനം മാനത്തെ അല്ലിമലർക്കിളി, കനവ് പോലെ പുതു കവിത പോലെ, കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ. ഇനി ഒരിക്കലും മാന്യത നടിച്ച് ഒരാളെയും MRCക്ക് ചതിക്കാൻ അവസരം കിട്ടരുത്. മറ്റുള്ളവരെ എക്കാലവും വിഡ്ഢിയാക്കാൻ അയാൾക്ക് കഴിയരുത്. ആ മനുഷ്യനാൽ ജീവിതം തകർക്കപ്പെട്ട ഒരു പെണ്ണിന്റെ ദുർബലമായ ചെറുത്തുനിൽപ്പ് അങ്ങനെ കണ്ടാ മതി. വേണിക്ക് മുമ്പ് ഒഫീഷ്യൽ ടൂറുകൾക്കെല്ലാം ഞാനായിരുന്നു അയാളെ അകമ്പടി ചെയ്യുന്നത്. അപ്പോ അവിടെ എന്തൊക്കെ നടക്കുമെന്ന് എനിക്കറിയാം. ഇതിൽ കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഹരീന്ദ്രൻ ഇപ്പൊ തോന്നുന്നുണ്ടാവും ഞാൻ എന്തിനാ നിങ്ങളോട് ഇതൊക്കെ പറയുന്നു. സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ ജലസായിട്ട് തോന്നരുത്. നിങ്ങളെപ്പോലൊരു പാവം മനുഷ്യന് ചതി പറ്റാനിടയാവരുത്. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ അങ്ങനെ ഒരു സതുദ്ദേശം മാത്രമേ ഉള്ളൂ. ആ പിന്നൊരു കാര്യം, നിങ്ങളെ നേരിൽ കണ്ട് തെറ്റിദ്ധാരണകളൊക്കെ നീക്കി വേണിയെ വിവാഹം കഴിപ്പിക്കാൻ ഓഫീസിൽ ചില അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ചിലപ്പോ MRC തന്നെ നേരിട്ട് വന്നെന്നും വരാം. ഹരീന്ദ്രൻ ഒരു മണ്ടനല്ലെന്നാണ് എന്റെ വിശ്വാസം. ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനാകേണ്ട ഗതികേടൊന്നും ഹരിക്കുണ്ടാവരുത്. പോട്ടെ. എന്താവാൻ? മാർഗരറ്റിനെ ഏൽപ്പിക്കുന്ന കാര്യം ഭംഗിയാക്കുമെന്ന് സാറിന് ഇനി വിശ്വാസമില്ലേ? ദേ നായകൻ അവിടെ അന്തം വിട്ട് കണ്ണും തള്ളി നിൽക്കുക. ഏറ്റോന്നോ? സാറിന് ഇനി സംശയം ഉണ്ടെങ്കിൽ ചെന്ന് നോക്ക്. മിനിമം 1 മണിക്കൂർ നേരത്തേക്ക് അയാൾ അവിടെ നിന്ന് അനങ്ങില്ല. അങ്ങനത്തെ പെർഫോമൻസ് അല്ലേ ഞാൻ കാഴ്ചവെച്ചത്. ഇനി MRC അല്ല, സാക്ഷാൽ കർത്താവ് തമ്പുരാൻ നേരിട്ട് വന്ന് വേണിയെ കെട്ടണമെന്ന് അപേക്ഷിച്ചാലും അയാൾ അത് കേൾക്കില്ല. നന്നായി മാർഗരറ്റ്, നീ എനിക്ക് വേണ്ടി വലിയൊരു ജോലിയാ ഭംഗിയായിട്ട് പൂർത്തിയാക്കി. അങ്ങനെ വെറുതെ നന്ദിവാക്കിൽ ഒതുക്കി കളയരുതേ ഈ പാവത്തിനെ. ഉപകാരസ്മരണ ഉണ്ടാവണം. അതില് നിനക്ക് സംശയമുണ്ടോ? നീ നോക്കിക്കോ മാർഗരറ്റ്, MRC കമ്പനി ഈ മോഹനേന്ദ്രന്റെ കൈപ്പിടിയിലൊന്ന് ഒതുങ്ങിക്കോട്ടെ, പിന്നെ നീയായിരിക്കും അവിടുത്തെ സർവാധികാരി. അധിക സമയം ഇവിടെ ഇങ്ങനെ ചുറ്റിക്കളിക്കുന്നത് ശരിയല്ല. ബാ കേറ്.
ചേച്ചിക്കെന്താ സുഖമല്ലേ? ഓ, എന്റെ സുഖവും സുഖേടും അറിയാനോ തിരക്കാനോ ഒന്നും നിനക്ക് നേരമില്ലല്ലോ. പനിയുണ്ടോ? ടെമ്പറേച്ചർ ഒന്നുമില്ലല്ലോ. ഓ, ആർക്കാനും വേണ്ടി നോക്കുമ്പോ എല്ലാം നിസ്സാരമായേ തോന്നൂ. ഉള്ളില് തെണ്ണം മനസ്സിലാക്കണമെങ്കിലേ കുറച്ചൊക്കെ ആത്മാർത്ഥത വേണം. ആത്മാർത്ഥതയുടെ കാര്യമൊന്നും ആരും പറയാതിരിക്കുന്ന നല്ലത്. കുറെയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് എന്ത് മനസ്സിലായെന്നാ? ഒരു ചുക്കും മനസ്സിലായിട്ടില്ല. എന്ത് സംഭവിച്ചാലും എന്തും എന്റെ കൂടെ നീ ഉണ്ടാവുമെന്ന് ഞാൻ അമിതമായിട്ട് വിശ്വസിച്ചു. അതെന്റെ തെറ്റ്. നിനക്ക് വലുതിപ്പോ മറ്റു പലരും ആണല്ലോ. ഞാനും എന്റെ മക്കളും ശത്രുപക്ഷത്തല്ലേ? ചേച്ചി, നിങ്ങളെ ആരെയും ഒരിക്കലും ഞാൻ എന്റെ ശത്രുക്കളായി കണ്ടിട്ടില്ല. എങ്കിൽ പിന്നെ നീ എന്താ ഗൗരി ആ കേസിൽ നിന്ന് രക്ഷിക്കാത്തത്? നിന്റെ കാലി പിടിച്ച് അപേക്ഷിച്ചല്ലേ ഞാൻ. അപ്പൊ നിനക്ക് വലുത് നിന്റെ ആദർശങ്ങളായിരുന്നല്ലോ. അതും പോരാഞ്ഞ് മോഹനെ നീ ഓഫീസിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് നിനക്കിഷ്ടമുള്ള ഒരുത്തിയെ അവിടെ വാഴിച്ചു. ഇതൊക്കെ ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ചെയ്തതെന്ന് വിശ്വസിക്കണോ ഞാൻ? ഗൗരിയുടെ കാര്യത്തിൽ തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മോഹനേന്ദ്രനെ ഞാൻ ഓഫീസിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അവന്റെ ക്യാബിനും ചെറും ഇപ്പോഴും അവിടെ തന്നെ ഒഴിഞ്ഞു കിടക്കുക. പേരിനൊരു ക്യാബിന് ചെയറും ഉണ്ടായിട്ട് എന്ത് കാര്യം? എല്ലാം തീരുമാനിക്കുന്നത് അവളല്ലേ? അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ ഉത്തരവാദിത്വമൊക്കെ എനിക്ക് ആ കുട്ടിയെ ഏൽപ്പിക്കേണ്ടി വന്നത്. എത്ര രൂപയുടെ നഷ്ടം അവൻ വരുത്തി വെച്ചിരിക്കുന്ന അറിയോ? അക്കമിട്ട് പറയാൻ തുടങ്ങിയ ഇപ്പോഴും തരില്ല. മതി. പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം ചേച്ചിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് ഞങ്ങളൊക്കെ ഒരു ശല്യമായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാ മക്കളോടുള്ള അന്ധമായ സ്നേഹം കൊണ്ട് ചേച്ചിക്ക് സമനില തെറ്റിയിരിക്കുക. അതാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എന്തുവെച്ചാ ഭ്രാന്താണെന്ന്? എങ്കിൽ കൈയും കാലും പിടിച്ചു കെട്ടി ഏതെങ്കിലും ഭ്രാന്താശുപത്രിയെ കൊണ്ട് തള്ളടാ. ഒഴിവാക്കാൻ ഇതിലും എളുപ്പമുള്ള ഒരു വഴി വേറെ ഇല്ലല്ലോ. അവര് പറഞ്ഞൊന്നും MRC കാര്യമാക്കണ്ട. പാഴ്വാക്കിന് പൊട്ടൻ ചെവി. അങ്ങനെ കരുതിയാൽ കഴിഞ്ഞില്ലേ? എത്രയെന്ന് കരുതിയാടോ ഇതൊക്കെ കണ്ടും കേട്ടും മിണ്ടാതിരിക്കുന്നത്? സ്വന്തമെന്ന് കരുതി സ്നേഹിച്ചതാ എല്ലാവരെയും. എന്നിട്ടും എല്ലാവരും കൂടി എന്നെയാ പറ്റിക്കാൻ ശ്രമിക്കുന്നത്. എനിക്കൊരു വീഴ്ച പറ്റിയ സംരക്ഷിക്കേണ്ടവരാ എന്നെ ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തുന്നത്. ഉള്ളത് പറഞ്ഞാൽ എനിക്കിതൊക്കെ നേരത്തെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും പറയാതിരുന്നത് മനസ്സ് വിഷമിപ്പിക്കണമെന്ന് കരുതിയ. ഒക്കെ മനസ്സിലാക്കാൻ ഇത്തിരി വൈകിപ്പോയി ഞാൻ. സാരമില്ല, വരട്ടെ. അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയട്ടെ. അതുവരെ ഒന്നും അറിയാത്തവനെ പോലെ നടക്കാം. ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് അഭിനയിച്ചു നോക്കുന്നതും ഒരു ത്രില്ലല്ലേ? അല്ലേ മാമ്പിളി? തൽക്കാലം 2-3 ദിവസത്തേക്ക് ഗസ്റ്റ് ഹൗസിൽ അങ്ങ് കൂടുക. മനസ്സിനൊരു സുഖക്കുറവ് പോലെ. ഓഫീസിലെ കാര്യങ്ങളൊക്കെ താനും വേണയും കൂടി അങ്ങ് ഹാൻഡിൽ ചെയ്യണം. എന്താടോ? അത് പിന്നെ വേണിയുടെ കാര്യത്തിലും ചെറിയൊരു ട്രാജഡി ഉണ്ട്. ഈ അവസ്ഥയില് ഇനി അതും കൂടി പറഞ്ഞ് വേദനിപ്പിക്കണമെന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നത്. താൻ വളഞ്ഞു ചുറ്റാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറമാമ്പിള്ളി. അവൾക്ക് എന്ത് പറ്റി? അത് പിന്നെ ആ കുട്ടിയുടെ കല്യാണം ചിലപ്പോ നടക്കാൻ സാധ്യത ഉണ്ടാവില്ല. എന്താ പ്രശ്നം? എൻഗേജ്മെന്റ് കഴിഞ്ഞായിരുന്നല്ലോ. അതല്ലേ സങ്കടം. ആ പയ്യൻ തന്നെ കല്യാണം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അയാൾക്ക് വേണിയെക്കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ.
വേണിയെക്കുറിച്ച് മാത്രമല്ല MRCയെ കുറിച്ചും ഉണ്ട്. എന്നെ കുറിച്ചോ? താൻ എന്തൊക്കെയാടോ ഈ പറയുന്നേ? നിങ്ങൾ രണ്ടുപേരും തമ്മില് മറ്റു പല രീതിയിലും അടുപ്പത്തിലാണെന്ന് ബാംഗ്ലൂരിൽ വെച്ച് അങ്ങനൊരു സന്ദർഭത്തിൽ രണ്ടുപേരെയും ആ പയ്യന്റെ സുഹൃത്ത് കണ്ടെന്നോ ആ വിവരം അയാൾ ഹരീന്ദ്രനോട് പറഞ്ഞെന്നോ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാ. എന്തൊക്കെയാ മാമ്പള്ളി താനീ പറയുന്നേ? വേണു തന്നെയാ ഇതൊക്കെ എന്നെ അറിയിച്ചത്. കുട്ടിക്കും നല്ല പ്രയാസമുണ്ട്. ഞാൻ കാരണം ആ വിവാഹം മുടങ്ങാൻ പാടില്ല. ആ പയ്യൻ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. MRC നേരിട്ട് പോയി അയാളോട് സംസാരിച്ചു നോക്കിയാൽ. പോകാം, ഇപ്പൊ തന്നെ പോകാം. ഞാൻ വരണോ? വേണ്ട, ഞാൻ തനിച്ചു പോയി കണ്ടോളാം. ഇനി ആര് പോയി പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ലമ്മേ. അത്രയ്ക്ക് ഗംഭീരമായിരുന്നു നമ്മുടെ മാർഗരറ്റിന്റെ പ്രകടനം. അവള് പറഞ്ഞ കഥകളൊക്കെ ആ പുളുന്തം മാത്യാര് വെള്ളം തൊടാതെ വിഴുങ്ങിയിരിക്കുക. എന്നാ ഉറപ്പിക്കാൻ വരട്ടെ. ഹരിയുടെ നിലപാട് അറിയുമ്പോ MRCയോ മാമ്പള്ളിയോ ഒരു സന്ധി സംഭാഷണത്തിനായി ശ്രമിക്കും. മിക്കവാറും അവന് വേണ്ടി സംസാരിക്കാൻ പോകുന്നത് ആ ശകുനി മാമ്പള്ളിയായിരിക്കും. അയാളുടെ നാക്കിന്റെ ഗുണം അറിയാലോ. മാർഗരറ്റ് തന്നെ വന്ന് കണ്ട കാര്യമൊക്കെ ആ ചെറുക്കൻ അയാളോട് തുറന്നു പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ കുഴയിലിടാ. അങ്ങനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇക്കാര്യത്തിൽ ഇനി ആരെങ്കിലും സന്ധി സംഭാഷണത്തിൽ ചെന്നാൽ അവരുടെ മുഖത്തവൻ കാർക്കിച്ചു തുപ്പും. വേണിയോടും MRCയോടും അത്രയ്ക്ക് വെറുപ്പുണ്ടായേക്കും. കാര്യങ്ങൾ നീ പറഞ്ഞതുപോലൊക്കെ നടന്നാ നല്ലത്. നടക്കും, നടത്തു ഈ മോഹനേന്ദ്രൻ. നമ്മുടെ സന്തോഷവും സമാധാനവും ഇല്ലാതാക്കിയ അവളെ ഞാൻ വെറുതെ വിടില്ല. അവളും അവളുടെ തന്തയും ഗതിയില്ലാതെ തെണ്ടി നടക്കുന്നത് അമ്മയ്ക്ക് ഞാൻ കാണിച്ചു തരും. വേണം, എനിക്ക് ആ കാഴ്ച കണ്ണു നിറയെ കാണണം. എന്റെ ഗൗരിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ആ നശിച്ചവളുടെ മുഖമാ എന്റെ മനസ്സ് തെളിഞ്ഞു വരുന്നത്. മംഗലത്ത് വീട്ടിലെ കമല ആരുടെയെങ്കിലും മുമ്പിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അതാ നശിച്ചവളുടെ മുമ്പിൽ മാത്ര. ഇല്ലമ്മേ, നമ്മളെ അങ്ങനെ വിഡ്ഢികളാക്കിക്കൊണ്ട് അധികാലം അവളെ അങ്ങനെ ജയിക്കാൻ അനുവദിക്കില്ല ഞാൻ. ഈ കല്യാണം മുടക്കിയത് അതിന്റെ ആദ്യത്തെ ചുവടുവെപ്പാ. ഹരീന്ദ്രൻ എന്നല്ല, ഇനിയൊരു ദേവേന്ദ്രന്റെ മോനും അവളെ കെട്ടാൻ തയ്യാറാവില്ല. അത്രയ്ക്ക് നാറിയ കഥകളായിരിക്കും അവളുടെ നാട്ടിൽ ഞാൻ വിളമ്പാൻ പോകുന്നത്. ഗോവിന്ദം മാഷിന്റെ മോളെക്കുറിച്ച് നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ എന്റെ വക ചൂടൻ സമ്മാനം. ഹരീന്ദ്രന്റെ അമ്മയല്ലേ? ഞാൻ ഹരിയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഞാൻ വന്നത് മനസ്സിലായി. ഇനിയിപ്പൊ നിങ്ങൾ സംസാരിച്ചത് കൊണ്ടൊന്നും അവന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹരിയെ കണ്ട് ഞാനൊന്ന് സംസാരിക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. എന്തിനാ? അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളോടൊന്നും എനിക്ക് സംസാരിക്കാനില്ല. ഹരി, പ്ലീസ്. എനിക്ക് പറയാനുള്ളത് ദയവേത് നിങ്ങളൊന്ന് കേൾക്കാൻ തയ്യാറാവണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് തീരുമാനം വേണോ എടുക്കാം. നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാ വേണ്ടെന്ന് പറഞ്ഞതും. ഇനി ഒരു ഒത്തുതീർപ്പിനും ഞാൻ വില്ലിങ് അല്ല. ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷേ തന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ദൂരം വന്നത്. അതോർത്തെങ്കിലും എനിക്ക് കുറച്ച് സമയം തന്നൂടെ?
എനിക്ക് ഹരിയോട് മാത്രമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഹരി, എന്റെ പെങ്ങളുടെ ഭർത്താവ് കടം തന്ന 1000 രൂപ കൊണ്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയവനാ ഞാൻ. തുടക്കത്തിൽ എല്ലാ നഷ്ടങ്ങളായിരുന്നു. അതൊക്കെ തരണം ചെയ്ത് ഇന്നത്തെ MRCയിലേക്ക് ഞാൻ വളർന്നത് എന്റെ കഴിവ് കൊണ്ട് മാത്രമല്ലെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. ഇതൊക്കെ തന്നോടെന്തിനു പറയണം എന്നായിരിക്കും ഹരി ആലോചിക്കുന്നതല്ലേ? ഇന്നുവരെയുള്ള എന്റെ ജീവിതത്തിൽ ഒരാളെ പോലും ഞാൻ വഞ്ചിച്ചിട്ടില്ല. അറിഞ്ഞുകൊണ്ടൊരു വൃത്തികേടിന് കൂട്ടു നിന്നിട്ടില്ല. ആ നന്മയ്ക്കുള്ള പ്രതിഫലമാവും ഈശ്വരനിപ്പ് എനിക്ക് തരുന്നത്. സി മിസ്റ്റർ, എനിക്ക് നിങ്ങളുടെ സൗഭാഗ്യങ്ങളുടെ കഥ കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. പറയാനുള്ളത് വേണിയുടെ കാര്യത്തെക്കുറിച്ചാണെങ്കിൽ അതിനിങ്ങനെ വളഞ്ഞു ചുറ്റി വരേണ്ട കാര്യമില്ല. ശരി, ഞാൻ മാറ്റിലേക്ക് വരാം. ബാംഗ്ലൂരിൽ ഞങ്ങൾ ഒരേ ഹോട്ടലിലെ താമസിച്ചെന്നുള്ളത് നേര് തന്നെ. പക്ഷേ അതിനപ്പുറം ഹരി കേട്ടതും അറിഞ്ഞതൊന്നും വാസ്തവമല്ല. അതൊക്കെ വിശ്വസിച്ച് വേണിയെപ്പോലൊരു കുട്ടിയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കരുത്. നിർത്ത്. എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല ഞാൻ. ആരെ വിശ്വസിക്കണം, ആരെ ഒഴിവാക്കണമെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പ്ലീസ്, വേണിക്ക് വേണ്ടി ഒരു വക്കാലത്തുമായിട്ട് ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വരരുത്. ഉപദേശത്തിന് നന്ദി. ആരോ പറയുന്ന കെട്ടുകഥകൾ വിശ്വസിച്ച് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ ഉപേക്ഷിക്കാൻ ഞാൻ അത്രയ്ക്ക് മണ്ടനല്ല. വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയത്.